നമ്മളെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്, CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. പാർട്ടിയെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ടിലുള്ള എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചിരിക്കുന്നത്. പാർട്ടി കേരള ഘടകത്തെ. അതെ. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം സമുദായത്തിൽ നിന്ന് പാർട്ടി അകന്നു പോയിരിക്കുന്നു. അപ്പം അവരെ കുറച്ചും കൂടി പാർട്ടിയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് അതിൽ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതുപോലെ തന്നെ മുസ്ലിങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി തന്നെ പറയുന്നു ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് പോയി, ക്രിസ്ത്യൻ വോട്ടുകൾ പല രീതിയിൽ BJP-യിലേക്ക് പോയി. അപ്പോൾ ഇവരെ ഒന്നും അടുപ്പിക്കണമെന്ന് അതിലെവിടെയും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. ഇതിൽ മുസ്ലിങ്ങളെ അടുപ്പിക്കണം, മാത്രമല്ല മുസ്ലിം പ്രീണനം എന്ന പ്രചരണത്തെ തടയാനുള്ള ശ്രമങ്ങളും നടത്തണം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ചേട്ടൻ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, മുസ്ലിം പ്രീണനം, മുസ്ലിങ്ങളെ അടുപ്പിക്കൽ, ഇത് പാർട്ടിയുടെ ഔദ്യോഗിക നയമാണ്. 91 മുതൽ പാർട്ടി നയമാണത്. കാരണം മുസ്ലിം സമുദായം എന്നും ഈ CPM-നെതിരായിരുന്നു. പൊതുവെ കുറച്ച് പേര്, ഇപ്പോൾ എൻ്റെ കുടുംബമൊക്കെ പോലുള്ള കുറച്ച് തലതിരിഞ്ഞ ആൾക്കാരൊക്കെ മുസ്ലിം സമുദായത്തിൽ CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കൂടുതലും CPI-യുമായിട്ടായിരുന്നു ബന്ധം. CPM-ഉമായിട്ട് വളരെ കുറച്ച് പേരാണ് മുസ്ലിങ്ങൾ അടുപ്പമുണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ 87-ലെ നിയമസഭാ ഇലക്ഷനിൽ രാഷ്ട്രീയ സമവാക്യങ്ങളെ കണക്കാക്കി നോക്കിയാൽ ഒരു കാരണവശാലും LDF അധികാരത്തിൽ വരില്ല. എല്ലാവരും ഈ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള ആളുകൾ ഒഴികെ എല്ലാവരും UDF-ആയിട്ട് ബന്ധപ്പെട്ടേക്കുക. അത് കരുണാകരൻ്റെ തന്ത്രപരമായ ഒരു കഴിവുകൊണ്ടാണ്. വലിയ പ്രതിസന്ധിയാണെന്നുള്ളത്. അപ്പോഴാണ് ഈ MV രാഘവൻ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും UDF-ൽ നിന്ന് അടർത്തിയെടുത്ത് LDF-ൽ ചേർക്കണം എന്ന് തീരുമാനിച്ച. അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ അന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് LDF-ൻ്റെ കൂടെയാണ് ഇത് തീരുമാനം എടുക്കുമ്പോൾ. അവരെ ചവിട്ടി പുറത്താക്കുന്ന പോലെയാണ് അന്നത്തെ പാർട്ടി സമ്മേളനം തീരുമാനം എടുത്തത്. അപ്പോൾ പാർട്ടി സമ്മേളനത്തിൻ്റെ പിറ്റേ ദിവസത്തെ പത്രങ്ങളുടെ, ഞാനിപ്പോഴും അത് ഓർക്കുന്നുണ്ട്, പത്രത്തിലെ പ്രധാന തലക്കെട്ട് കേരള കോൺഗ്രസ് ലീഗ് കൂട്ടില്ല CPM. വലിയ ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ പാർട്ടി, ക്രിസ്ത്യൻ വർഗീയ പാർട്ടി, മുസ്ലിം ലീഗ് മുസ്ലിം വർഗീയ പാർട്ടി. അപ്പോൾ വർഗീയ ശക്തികളുമായി CPM ഇനി ബന്ധമില്ല, LDF-ൽ അവരെ തുടർന്ന് കൊണ്ടുപോകേണ്ടതില്ല. അപ്പോൾ കേരള കോൺഗ്രസ് അന്ന് കൂടെ ഇല്ല. മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ, ഇബ്രാഹിം സുലൈമാൻ സേട്ടിൻ്റെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ ലീഗ് അന്ന് CPM-ൻ്റെ കൂടെയാണ്, LDF-ൻ്റെ കൂടെ. അപ്പോൾ ഇങ്ങനെ CPM തീരുമാനം എടുത്തപ്പോൾ അവർ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ പോയി ലയിച്ചു. ഒരു പാർട്ടി എന്ന നിലയിലല്ല UDF-ലേക്ക് പോയത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് ലയിച്ചു. അപ്പോൾ പൂർണ്ണമായിട്ടും CPM മുസ്ലിം വിരുദ്ധ പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് ചിത്രീകരിച്ചു. ശരിയാണത്. കാരണം അന്നത്തെ പാർട്ടി നയം ഒരു കാരണവശാലും അഖിലേന്ത്യാ ലീഗിന് മുസ്ലിങ്ങളെ ആകർഷിച്ച് LDF-ൻ്റെ കൂടെ നിർത്താൻ പറ്റില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർക്കാണ് അതിനുള്ള കഴിവുള്ളത്. വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന സുലൈമാൻ സേട്ടിന് ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. കുറച്ച് ഈ സ്ഥാനമോഹികളായിട്ട് നിരാശബാധിതരായിട്ടുള്ളവരൊക്കെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സേട്ടുവിൻ്റെ കൂടെ പോയത്. അതല്ലാതെ കാര്യമായ മുസ്ലിങ്ങളുടെ ഇടയിൽ സ്വാധീനമൊന്നും അഖിലേന്ത്യാ ലീഗിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ കൂടെ നിർത്തിയിട്ടും കാര്യമില്ല. പിന്നെ ഇനി എന്താണ്, പിന്നെ മറ്റേ മുസ്ലിം ലീഗിനെ തൊട്ട് കരുണാകരൻ വിട്ടുകൊടുക്കത്തുമില്ല. കരുണാകരൻ വളരെ തന്ത്രശാലിയും കഴിവുറ്റ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നല്ലോ. അദ്ദേഹം എല്ലാവരെയും, ഈ CPM CPI ഒഴികെയുള്ള എല്ലാവരെയും ആ സമയത്ത് ഒരുമിച്ച് നിർത്തി. ഈ CPI പോലും അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിൻ്റെ കൂടെ കുറേ കാലം
നിൽക്കുകയും കേരളം കരുണാകരൻ ആഭ്യന്തരമന്ത്രിയും CPI നേതാവ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ കുറേ കാലം ഭരിച്ചതാണല്ലോ. അപ്പോൾ കരുണാകരൻ്റെ ആ കഴിവ് കൊണ്ട് ഇതിൽ നിന്ന് ഈ UDF നിന്നൊരു പാർട്ടിയെ അടർത്തിയെടുക്കാൻ കഴിയില്ല എന്ന് CPMൻ്റെ അന്നത്തെ ബുദ്ധികേന്ദ്രമായ EMSന് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ EMS ഒരു കാർഡ് ഇറക്കി. അത് തെറ്റായ കാര്യമാണെന്ന് ഞാൻ പറയില്ല. അതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിക്കേണ്ട തന്ത്രപരമായ നിലപാട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഈ വർഗീയ പാർട്ടികളുമായി കൂട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും മാറ്റി നിർത്തിയാൽ ഒരു കാരണവശാലും LDF വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പാർട്ടി അണികൾക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങളൊക്കെ പാർട്ടിയിലേക്ക് വന്ന കാലഘട്ടമാണത്. അപ്പോഴൊക്കെ ഈ പാർട്ടി അനുഭാവികൾ, പാർട്ടി മെമ്പർമാരൊക്കെ പരസ്പരം പറയും, ഇതെന്താണ് ഇങ്ങനെ തീരുമാനിക്കുന്നത്, അവരെ എല്ലാവരും അവിടെയല്ലേ, അപ്പോൾ എങ്ങനെ നമുക്കിനി അടുത്ത ഇലക്ഷനിൽ ജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ MV രാഘവൻ്റെ ബദൽ രേഖ വന്നത്. ആ ബദൽ രേഖ MV രാഘവൻ തയ്യാറാക്കിയതൊന്നുമല്ല. അതിനുള്ള കഴിവൊന്നും MV രാഘവനില്ല ഒരു രേഖ തയ്യാറാക്കാനൊന്നും. അയാളൊരു വലിയ സംഘാടകനും എന്തിനും പോകുന്ന ഒരു മനോഭാവക്കാരനൊക്കെ ആണെന്നുള്ളത് ശരിയാണ്. ആ കഴിവ് ഇപ്പോൾ CPMൽ പോലും ഒരാൾക്കില്ല. ആ MV രാഘവന് വേണ്ടി ഇവിടുത്തെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് EK നയനാരടക്കം അതിനെ പിന്തുണച്ചുകൊണ്ട് ആണ് നിലനിന്നത്. EK നയനാരാണ് അതായത് ആ ബദൽ രേഖയിലെ ഒന്നാമത്തെ ഒപ്പിട്ട ആൾ. പുറകെയാണ് MV രാഘവൻ ഒപ്പിട്ടത്. അപ്പോൾ ഇവർ എല്ലാവരും കൂടെ തയ്യാറാക്കിയ ഒരു സാധനമാണത്. ആ ബദൽ രേഖ മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ചാണ് പ്രധാനമായിട്ടും ഉണ്ടാക്കിയത്, അവർ ലക്ഷ്യം വെച്ചത്. കേരള കോൺഗ്രസ്സിന് അങ്ങനെ എളുപ്പം കിട്ടില്ല എന്നറിയാം. കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പൊതുവിൽ ബുദ്ധിമുട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതും മാണിയും ജോസഫും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് CPM വിരുദ്ധ നിലപാടെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ കൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ EMS എന്ത് ചെയ്തു, അതൊരു പാർട്ടി നേരിടുന്ന വെല്ലുവിളിയാണ്. അവർ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടിയെ തകർക്കാൻ നോക്കുകയാണ്. പിന്നെ ശത്രുക്കളുമായിട്ട് കൂട്ടുചേർന്ന് ഈ പാർട്ടിയെ നശിപ്പിക്കാനുള്ള ഇതാണെന്നുള്ള പ്രചരണം അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം പാർട്ടി അണികളിലേക്ക് കടത്തിവിട്ടു. ലേഖനം എഴുത്താണല്ലോ അന്നത്തെ. അപ്പം ആ സമയത്തെ ലേഖനങ്ങൾ നമ്മളൊക്കെ പാർട്ടി ഓഫീസിൽ പോയി ദേശാഭിമാനി പത്രം വായിക്കുന്നതാണ്. അതിൽ എല്ലാ ദിവസവും EMSൻ്റെ ഒരു ലേഖനം ഉണ്ടാവും. പ്രധാനമായിട്ട് ഈ വിഷയമാണ് അദ്ദേഹം സ്പർശിക്കുക. അപ്പോൾ അങ്ങനെ പല വിഷയങ്ങൾ വന്നപ്പോൾ പൂർണ്ണമായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റി LDFൽ നിന്ന് അകന്നു. അപ്പോൾ EMS എന്താ ഉദ്ദേശിച്ചത്, ഹിന്ദു കൺസോൾട്ടറേഷൻ സൃഷ്ടിക്കുക എന്നതാണ് EMSൻ്റെ ലക്ഷ്യം വെച്ചത്. അതായത് NSSൻ്റെ പിന്തുണയുള്ള NDP, SNDPയുടെ പാർട്ടിയായ SRP, ഈ രണ്ട് പാർട്ടിയും UDFൽ നിലനിൽക്കെ തന്നെ അത് രണ്ടും തകർന്നു പോയി. ആ രണ്ട് പാർട്ടിയും ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. കാരണം അധികാരത്തിൽ എത്തിയ ഈ പാർട്ടികളുടെ നേതാക്കളും അണികളും തമ്മിൽ വളരെ വലിയൊരു വിടവ് വന്നു. കാരണം അവർ കുറച്ച് ഗുണഭോക്താക്കൾ അവർ വീതിച്ചെടുക്കുന്നു അധികാരവും അതിൻ്റെ സൗകര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് അണികൾ അതിൽ നിന്ന് അകന്നു. അപ്പോൾ ആ അവസരത്തെ EMS മുതലെടുത്തു. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതങ്ങനെ വന്നപ്പോൾ ഒരു ഹിന്ദു കൺസൾട്ടറേഷനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വന്നു. അപ്പോഴാണ് EMS അടുത്ത കാർഡ് ഇറക്കുന്നത്. എന്ത്, ശരിയത്ത് നിയമം മനുഷ്യത്വ വിരുദ്ധമാണ്, അത് തോന്നിയ പോലെ
പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നു, അവരെ ഉപേക്ഷിക്കുന്നു, മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ EMS ഉയർത്തി. ആ കറക്റ്റ് സമയത്ത് തന്നെയാണ് ഷഹബാനോ കേസ് കോടതി പുറപ്പെടുവിച്ചത്. സുപ്രീം കോടതിയിൽ നിന്ന് ഷഹബാനോ കേസിൽ വിധി വന്നു. ഷഹബാനു എന്ന് പറയുന്ന സ്ത്രീക്ക് ജീവനാംശം കൊടുക്കണം. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി ഓർഡിനൻസ് കൊണ്ടുവന്നു. എന്ത് ഓർഡിനൻസ്? മുസ്ലിം സ്ത്രീകൾക്ക് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഒരു പിടിവള്ളിയായി. അപ്പോൾ മുസ്ലിം ലീഗുകാർ പരസ്യമായിട്ട് EMSനെതിരായിട്ട് തെരുവിൽ പ്രകടനമൊക്കെ ആയിട്ടിറങ്ങി. 2 കെട്ടും 4 കെട്ടും EMSൻ്റെ ഓളയം കെട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നമുക്ക് ഈ ഓള് എന്ന് പറഞ്ഞ ഭാഷ മലബാറിലെ ഈ സ്ത്രീയെ ഉദ്ദേശിച്ചുള്ളതാണെന്നല്ല ഞങ്ങളൊക്കെ ആലപ്പുഴക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. EMSൻ്റെ ഓള് എന്ന് പറയുന്ന എന്തോ തെറിവാക്കായിട്ടാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് കാലാകാലങ്ങളായിട്ട് ഈ ഒരു കൺസോളിഡേഷൻ, അതായത് മതത്തിൻ്റെ കൺസോളിഡേഷന് വേണ്ടിയിട്ട് CPM നിരന്തരം ശ്രമിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. ഹിന്ദുക്കളെ ആയാലും മുസ്ലിങ്ങളെ ആയാലും. അപ്പോൾ ഇവർ പക്ഷേ അവകാശപ്പെടുന്നത് ഇവരൊരു മതേതര ജനാധിപത്യ പാർട്ടിയാണെന്നൊക്കെയാണ്. അപ്പം ഒരു ജനാധിപത്യ വിപ്ലവത്തിന് നയിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ CPM ഇത്രയും കാലം നടത്തിയിട്ടുണ്ടോ? ഇല്ലാന്നല്ലേ നമുക്ക് വിലയിരുത്തേണ്ടത്? അല്ല, CPMന് ഒരു വിശാലമായ കാഴ്ചപ്പാട് അക്കാര്യത്തിലുണ്ട്. അത് മതേതരത്വമല്ല, മതാത്മകമാണ്. വിശാലമാണത്. കാരണം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളണമെന്നാണ് പറയാതെ അവർ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. 67 ഒരു രക്ഷയില്ലായിരുന്ന സമയത്താണ് പാർട്ടി പിളർന്നു, അധികാരത്തിൽ വരാനൊന്നും സാധ്യതയില്ല. മതബോധത്തെ അവർ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു. അതായത് ഓരോ മതത്തിൻ്റെയും വികാരങ്ങളെ ഇളക്കി അതിനെ സ്വാധീനിക്കുക. അപ്പോൾ കോൺഗ്രസ്സിന് അന്ന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സിനെതിരെ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസ്സിനെയും ഒക്കെ കൂട്ടുപിടിച്ച് EMS 67 ഗവൺമെൻറ് ഉണ്ടാക്കി. വൻ ഭൂരിപക്ഷം 9 സീറ്റാണ് കോൺഗ്രസ്സിന് കിട്ടിയത്. അന്ന് ഇപ്പുറത്ത് ഐക്യമുന്നണി എന്ന് പറഞ്ഞിട്ട് സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി. അതിനകത്താണ് കേരള കോൺഗ്രസ് ലീഗും. അത് EMS ഒരു ഭരണാധികാരി അല്ലാത്തത് കൊണ്ട് അതിന് ഏകോപിപ്പിക്കാനുള്ള കഴിവൊന്നും അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു താത്വിക ആചാര്യൻ എന്ന നിലയിൽ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് പറയാനല്ലാതെ നടപ്പാക്കാനുള്ള കഴിവൊന്നും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് അടിച്ചു പിരിഞ്ഞു. പിന്നെയാണ് ഈ CPI പാർട്ടി അവരിൽ നിന്നും വിട്ടിട്ട് LDFിൽ നിന്ന്, അതായത് ഐക്യമുന്നണി വിട്ട് മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ കൂടി ഈ ഇവരുടെ കോൺഗ്രസിൻ്റെ ഒക്കെ ഇതിൽ CPIയുടെ മുഖ്യമന്ത്രി ഇവിടെ വന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. ഈ CPMൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് 2 പ്രാവശ്യവും EMS ആയിരുന്നു. അത് വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. പക്ഷേ CPIയുടെ മുഖ്യമന്ത്രി വന്നപ്പോൾ നീണ്ട ഒരു കാലയളവിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് തുടർന്നു. അപ്പോൾ ആ സമയത്ത് ഈ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റി പൂർണ്ണമായിട്ട് UDFൻ്റെ കൂടെയാണ്. ഒരു രക്ഷയില്ല. അവസാനം 78 അതിൽ ഒരു വിഭജനം വന്നത്. അപ്പോൾ CPI ഔദ്യോഗികമായിട്ട് ഇങ്ങനെ അടിയന്തരാവസ്ഥ തിരിച്ചടിയായെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പതിയെ ദേശീയ തലത്തിൽ കോൺഗ്രസ്സുമായിട്ട് പിരിഞ്ഞു. അപ്പോൾ ഇലക്ഷന് ഇന്ദിരാഗാന്ധി തോക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല. ഇന്ദിരാഗാന്ധി ഇനി ഒരിക്കലും പൊങ്ങി വരില്ല എന്നാണ് CPIക്കാർ വിചാരിച്ചത്. അതുകൊണ്ട് അവർ ആ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ച് 78 മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം, ആ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെ കൂടെയാണ് CPI മത്സരിച്ചത്. അതിന് ശേഷമാണ് അവർ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ചിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അന്ന് PK വാസുദേവൻ നായരാണ് CPIയുടെ മുഖ്യമന്ത്രി. അദ്ദേഹം രാജിവെച്ചിട്ട് കോൺഗ്രസ്സുമായിട്ടുള്ള പിന്തുണയുള്ള മുഖ്യമന്ത്രി രാജിവെച്ച് മാറുകയാണ് ചെയ്തത്. അതായത് LDFൻ്റെ ശേഷമാണ് LDF ഉണ്ടാക്കിയത്. അതെ,
അപ്പോൾ LDFിൻ്റെ കൂടി എല്ല് മാത്രമേ ഉള്ളൂ, പക്ഷേ ആ ലെഫ്റ്റ് എന്ന് പറയുന്ന ആശയം അവരിൽ നിന്ന് എന്നോ അകന്നു പോയി അല്ലേ? അതെ, ലെഫ്റ്റ് എന്ന് പറയുന്നത് സത്യത്തിലൊരു ആശയമാണോ? ലെഫ്റ്റ് എന്ന് പറയുന്നത് ഒരു സൗകര്യാർത്ഥം ഇടതുവശത്തിരിക്കുന്നവരും വലതുവശത്തിരിക്കുന്നവരും ഒരു ഈ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ആശയങ്ങളും ഈ എന്താ പറയുക പുതിയ കാര്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നവർ ലെഫ്റ്റ് സൈഡിലിരിക്കുകയും ഈ പരമ്പരാഗതമായ യാഥാസ്ഥികന്മാർ വലതുവശത്തിരിക്കുകയും ചെയ്തു എന്നതിലപ്പുറത്ത് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു ഒരു സംഭവമല്ല, അങ്ങനെ വിളിച്ചു പോന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇടതുപക്ഷമാണ് ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ ശരിയാണോ? അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇടത് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടിയെ, ലേബർ പാർട്ടിയെ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് പാടുപെട്ട് വലിച്ചു മാറ്റിയ ആളെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മനസ്സിലായോ? അതായത് ആ ലെഫ്റ്റിസത്തിൽ നിന്ന് അതിനെ മോചിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ആളാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റെയ്നർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്താണ്, ഞാൻ ആ പേര് മറന്നുപോയി. ഈ മുസ്ലിം പ്രീണനം എന്നുള്ളത് കാലാകാലങ്ങളായി CPM നടത്തുന്നു എന്ന് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലൊരു വാസ്തവമുണ്ട്. മുസ്ലിം പ്രീണനം തുടങ്ങിയത് 91-ലാണ്. 1991 വൻതോതിൽ മുസ്ലിങ്ങൾ അവരാവശ്യപ്പെടാതെ, ഈ CPM ആവശ്യപ്പെടാതെ അതിലേക്ക് വന്നു. എന്താ കാരണം ഇത്രേ ഉള്ളൂ. ബാബറി മസ്ജിദിൻ്റെ മാത്രമല്ല, സദ്ദാം ഹുസൈൻ്റെ പ്രശ്നം വന്നു 90-ലെ. ആ 90-ലെ സദ്ദാം ഹുസൈൻ്റെ പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് സദ്ദാം ഹുസൈനെതിരായിരുന്നു. അപ്പോൾ EMS ഘടകവിരുദ്ധമായിട്ട് അഭിപ്രായം പറഞ്ഞു. സദ്ദാം ഹുസൈനെ സംരക്ഷിക്കണം. ഏത് സദ്ദാം ഹുസൈനെയാണ്? കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാ വെടിവെച്ച് കൊല്ലുന്ന സദ്ദാം ഹുസൈൻ. ഇറാഖിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഒരുപാട് പേരെ കശാപ്പ് ചെയ്ത ആളാണ് ഈ സദ്ദാം ഹുസൈൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ പ്രവർത്തിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. അപ്പോൾ ആ സദ്ദാം ഹുസൈന് വേണ്ടി ഇദ്ദേഹം രംഗത്ത് വന്നു. അപ്പോൾ പെട്ടെന്ന് മുസ്ലിങ്ങൾ CPMൻ്റെ നിലപാടിനെ അനുകൂലിച്ചു. ഈ യുക്തിവാദിയൊക്കെ ആയിട്ടുള്ള C രവിചന്ദ്രനൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമാണ്, ഇടതെന്നാൽ ഇസ്ലാമാണ്. അതിനെ നമുക്ക് വേർതിരിച്ച് മാറ്റാൻ വേണ്ടി സാധിക്കില്ല. അതേപോലെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാലും ഇസ്ലാമാണ്. അതിന് പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതായത് അവർ ഈ നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റ് സമുദായങ്ങൾക്കിടയിൽ വൻ വീര്യത്തോടുകൂടി അവരുടെ പ്രശ്നങ്ങളെയൊക്കെ സൂചിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പം ഇസ്ലാമിൻ്റെ ഒരു ഭാഗത്തേക്ക് വരുമ്പം അവിടെ അതിനെ കാണാതിരിക്കുക, അങ്ങനത്തെ ഒരു പരിപാടി CPM കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതെന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. അതിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. അല്ല, ഇടത് ഇസ്ലാം അനുകൂലമായത് ഒരു ഇടത് സ്വഭാവമല്ല, അവരുടെ ആ ഒരു കാഴ്ചപ്പാടല്ല അത്. അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടാണ് ഇസ്ലാം ബ്രദർഹുഡ് അതൊക്കെ വന്നത്. അപ്പോൾ ആ ഇടത് എന്ന് പറയുന്നത് ഈ എങ്ങനെയെങ്കിലും ഇസ്ലാമുമായിട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒന്നാണോ? പിശാചുക്കളായിട്ടാണ് മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റുകളെ കണ്ടുകൊണ്ടിരുന്നത്. മുസ്ലിം രാഷ്ട്രങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ച ഒരു കാലഘട്ടമാണത്. ആ സമയത്ത് ഇവിടെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. പിന്നീട് അത് പല സ്ഥലത്തും ഈ ഇസ്ലാമിസ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കമ്മ്യൂണിസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടപ്പോൾ, അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എടുത്ത് വെച്ചിട്ട്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി അല്ലേ, പ്രോഗ്രാമാണ്. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എടുത്തു വെച്ചിട്ട് ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് പിടിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വേറെ മാനിഫെസ്റ്റോ ഉണ്ടാക്കുകയാണ്, തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ അല്ലേ. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ
എടുത്ത് മുമ്പിലിട്ടാൽ ഏതെങ്കിലും ഒരു ദൈവവിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കാൻ പറ്റുമോ? അത് തികച്ചും ദൈവനിഷേധവും മതവിരുദ്ധവുമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒരിക്കലും ഇവർക്ക് പിന്തുണയ്ക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നോക്കിക്കോ, ഈ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ നോക്കിയോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഏറ്റവും സ്വാധീനം കുറഞ്ഞ സ്ഥലമാണ് കേരളത്തിൻ്റെ തീരപ്രദേശമായി മുക്കുവന്മാർ എന്ന വിഭാഗം. എന്തുകൊണ്ടാണ് അവർ തൊഴിലാളി വർഗത്തിൽ ഏറ്റവും വലിയ പണിയെടുക്കുന്ന കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് അവരെ സംഘടിപ്പിക്കാനോ കൂടെ നിർത്താനോ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധ്യമായിട്ടില്ല. കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ള മുക്കുവന്മാർ കുറച്ച് ഈ ധർമ്മടത്തും അവിടെയൊക്കെ ഉണ്ട്. അതൊഴികെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും കമ്മ്യൂണിസമായിട്ട് അവർക്ക് യോജിക്കാൻ പറ്റില്ല. എന്താ കാര്യം? അവർ കടലിൽ പോകുന്നവരാണ്. ദൈവത്തിനെ വിട്ടൊരു കളിക്ക് അവർ ഇല്ല, പോകാൻ പറ്റില്ല അവർക്ക്. ദൈവത്തിനെ വിളിച്ചുകൊണ്ടാണ് ഈ വീട്ടിലും വള്ളത്തിലും അവർ ജീവിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ഒരിക്കലും അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്വീകരിക്കാൻ പറ്റില്ല. അത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ കത്തോലിക്ക സഭയും ഇവരുമൊക്കെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ കേഡർ സ്വഭാവത്തിൽ ഈ മുക്കുവർക്കിടയിൽ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിയെക്കാളും ശക്തമാണ് അവർ. ഞാൻ അവസാനം ഒരു കാര്യം ചോദിക്കാം. മുസ്ലിം പ്രീണനം വലിയ രീതിയിൽ CPM നടത്തുന്നത് കൊണ്ട് തന്നെ ഹിന്ദുക്കൾക്കിടയിൽ BJPയോടൊരു താല്പര്യം വർദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ CPMകാരായിട്ടുള്ള ഹിന്ദുക്കളൊക്കെ BJPയോട് അടുക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? BJP ആയിട്ട് അടുക്കുന്നതിന് മുസ്ലിം പ്രീണനം വലിയൊരു ഘടകമായിട്ടുണ്ട്. അതിപ്പോൾ അല്ല, കുറച്ച് കാലമായിട്ടുണ്ട്. പക്ഷേ ഈ ഹിന്ദുക്കളെ ഭിന്നിപ്പിച്ച് നിർത്തുക, ഇതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ എക്കാലത്തെയും പദ്ധതി. ഭിന്നിപ്പിച്ച് നിർത്തുക. ആ ഭിന്നിപ്പിക്കൽ ഈ രാഷ്ട്രത്തിന് വലിയ ഒരു രാഷ്ട്രമായിട്ട്, ഒരു വികസിത രാഷ്ട്രമായിട്ട്, ക്ഷേമരാഷ്ട്രമായിട്ട് ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരണമെങ്കിൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയെ ഒന്നിച്ചു നിർത്താൻ കഴിയണം. അതിനുള്ള ഏറ്റവും നല്ല കാര്യമാണ് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുക എന്നത്. അതുകൊണ്ടാണ് ഹെഡ്ഗേവാറും ഗോൾവൾക്കറും ഒക്കെ അത്തരം പദ്ധതി വെച്ച്. അവരാരും ഹിന്ദു വർഗീയവാദികളായതുകൊണ്ടല്ല, അവർ മതത്തിന് വേണ്ടി അല്ല അത് ചെയ്ത, ഈ രാഷ്ട്രത്തിന് വേണ്ടിയാണ്. രാഷ്ട്രത്തെ വളർത്താൻ ഹിന്ദുക്കളെ ഏകോപിപ്പിക്കുക, അവരെ മുന്നിൽ നിർത്തി കാര്യങ്ങൾ ചെയ്യുക, രാഷ്ട്രത്തെ ശക്തമായ ഭരണകൂടം സൃഷ്ടിക്കുക. ഇപ്പോഴല്ലേ നമ്മുടെ നാട്ടിലൊരു ഭരണകൂടം ഉണ്ടായിട്ടുള്ളൂ. അതിനു മുമ്പ് ഒരു ഭരണകൂടം ഇവിടെ ഇല്ലല്ലോ. കുറേ അലമ്പ് കേസുകളെല്ലാം കൂടി ഒരുമിച്ച് കൂടി. കോൺഗ്രസ്സിലാണെങ്കിലും ശരി, ഈ ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയിലെ വൈരുദ്ധ്യം അന്ന് കോൺഗ്രസ് എന്ന പാർട്ടിക്കകത്തുണ്ട്. പണ്ട് കണ്ടാൽ ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ആളുകളാണ് അന്ന് അംബേദ്കറും ഗാന്ധിജിയും ഒക്കെ ഒരുമിച്ചിരുന്ന പ്ലാറ്റ്ഫോമാണത്. അവർ വളരെ വലിയ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസ്സിനുള്ള ഹിന്ദുക്കളെ വിഭജിക്കുക എന്നുള്ള നയം ഉണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാൻ ആർക്കേ പറ്റൂ? ഈ BJPക്കേ പറ്റൂ. ഇപ്പോൾ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. BJPക്ക് രൂപം കൊടുത്ത സംഘം RSS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, രാഷ്ട്രീയ പാർട്ടി അല്ലെന്നേ ഉള്ളൂ, അതിനെ കഴിയൂ. വ്യക്തമാണ്. അപ്പം തിരുത്തലുകൾ നടത്താൻ എല്ലാവരും ശ്രമിക്കുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പ്രത്യേകിച്ചും CPM തിരുത്തലുകൾക്കായിട്ട് ശ്രമം നടത്തുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ അവരെ അത് സഹായിക്കുമോ ഭാവിയിൽ, അല്ലെങ്കിൽ കൂടുതൽ തകർക്കുമോ എന്നത് നമുക്ക് നോക്കിയിരുന്ന് കാണാം. നാടിന് നല്ല കാര്യമാണ്. എന്താ കാരണം? അവർ ഇപ്പോഴുള്ള നയം തിരുത്തിയാൽ CPM ഇല്ലാതാവും. നയം തിരുത്തിയാൽ പെട്ടെന്നില്ലാതാവും. നയം തിരുത്തിയില്ല കുറച്ചുകൂടെ മുമ്പോട്ട് പോകും. കാരണം അവർ ഇപ്പോൾ കമ്മ്യൂണിസം പറഞ്ഞിട്ടല്ലല്ലോ ആളെ കൂട്ടുന്നത്, പ്രീണനം പറഞ്ഞിട്ടാണ്. ഗുണഭോക്തൃ സമിതിയായി അധപ്പതിച്ച പ്രസ്ഥാനമാണ് ഈ CPIM എന്ന് പറയുന്നത്.
ഒരു ഗുണഭോക്തൃ സമിതി അതിൻ്റെ പിണറായി വിജയൻ്റെ സംഘടനാ ശേഷി കൊണ്ട് കഴിവുകൊണ്ട് അതിനെ ഏകോപിപ്പിച്ച് നിർത്തിയിരിക്കുന്നു, ഗുണഭോക്താക്കളെല്ലാം കൂടെ. അദ്ദേഹത്തിൻ്റെ വീഴ്ചയിലോ അഭാവത്തിലോ തല്ലിപ്പിരിഞ്ഞ് താറുമാറായിപ്പോവും. ഈ ഗുണഭോക്താക്കളെല്ലാം കൂടി പരസ്പരം കടിപിടി കൂട്ടി നാശമായിപ്പോവും. അപ്പം പ്രീണനം മാത്രമേ ഉള്ളൂ ഏക ഒരു ആശ്വാസം എന്ന് പറയുന്നത് അല്ലേ? അവർക്ക് പിടിവള്ളി അതേ ഉള്ളൂ. ഓക്കെ, കച്ചിത്തുരുമ്പാണ് അത്. അതിനും കൂടി പിടിവിട്ടാൽ ഇല്ല, അത് നാടിന് കൂടാണ്. ഇവരുടെ ഈ നൃശംസതകൾ നാടിനില്ലാതാവും, നാട്ടിലില്ലാതാവും. അങ്ങനെ ഒരു തകർച്ച ഉണ്ടാവും. അത്രേ ഉള്ളൂ കാര്യം.